എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളാണെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ബീഫ് സ്റ്റേക്ക് ആണ്. എങ്ങനെ സ്റ്റേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ഫാറ്റൊക്കെ ഉള്ളത്, ഒരുപാടല്ല, കുറച്ച് അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, വെളുത്ത് കളറിൽ ഫാറ്റ്, കുറച്ച് ഫാറ്റ് ഉള്ളതാണ് നല്ലത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ഇത് 1.5 ഇഞ്ച് തിക്നെസ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ സ്ലൈസ് ചെയ്ത് 3/4 ഇഞ്ചിൻ്റെ വീതം ആക്കിയിട്ടുണ്ട്, 2 സ്ലൈസ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കാണിക്കാം. കഴുകി കഴിയുമ്പം ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളം വലാൻ വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ കൊണ്ട് വെള്ളമെല്ലാം ഉപ്പിക്കളഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിന് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുവാണ്. നല്ലതായിട്ട് തണുത്ത വെള്ളം ടാപ്പിൽ തുറന്നിട്ടിട്ട് പാത്രത്തിലേക്ക് അത് വെള്ളം പോകാൻ വെക്കുക. ഇതൊക്കെ സ്ക്വീസ് ചെയ്യല്ലേ, പിഴിഞ്ഞെടുക്കല്ലേ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിലും ബീഫൊക്കെ കഴുകി കഴിഞ്ഞിട്ടേ ഞെക്കി പിഴിഞ്ഞെടുക്കത്തില്ലേ, അത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ചെടുത്ത് ഇനി അത് അതുപോലെ കിഴുത്ത പാത്രത്തിലോട്ട് നമുക്ക് വെക്കാം, വെള്ളം പോരാൻ വേണ്ടി വെക്കാം. അങ്ങനെ എടുത്തിട്ടാൽ മതി. അല്ല പിഴിഞ്ഞൊന്നും പിഴിഞ്ഞ് കളയൊന്നും വേണ്ട. ഇനി വെള്ളം പോയിട്ട് അത് കഴിഞ്ഞ് നമുക്കത് ഒപ്പിയെടുക്കാൻ ടിഷ്യൂം കൂടെ വെച്ചിട്ട് എന്നിട്ട് മാരിനേറ്റ് ചെയ്യും. അപ്പോൾ ഇനിയും ആ മീറ്റ് വെള്ളമൊക്കെ തോന്നും. ഇനി അതിനെ പാറ്റ് ഡ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വെള്ളം എല്ലാം ഒപ്പിക്കളയാം ടിഷ്യൂ വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല നമ്മൾ പിഴിയരുതൊന്ന്, വേറെ ഉപ്പിക്കളയാം വെള്ളമൊക്കെ. അപ്പോൾ ക്ലീൻ ആയതിന് ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആൾക്കാർ ചെയ്യുമ്പോൾ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അവർ കുരുമുളകും ഉപ്പും മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഞാനത് നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ ചെയ്യുന്ന കാരണം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 കൂടി ഒരുമിച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൊടിച്ചതുണ്ട്, ഉപ്പുണ്ട്, ഒനിയൻ്റെ പൗഡർ ഉണ്ട്, ഗാർലിക് പൗഡർ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗാർലിക് പൗഡർ അതുണ്ട്. പിന്നെ അത്ര സാധനങ്ങളേ ഉള്ളൂ. അല്ല, ഇപ്പം കുരുമുളകും പിന്നെ ചില്ലി ഫ്ലേക്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഇപ്പം ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഒലിവ് ഓയിൽ ഒഴിക്കാം, ഇച്ചിരി എണ്ണ ഒഴിക്കണമല്ലോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊരു എണ്ണ, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. അതിൽ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേറെ സെപ്പറേറ്റ് ഉപ്പ് ഇടുന്നില്ല. ഈ ചെല്ലാടവും പിടിപ്പിക്കുകയാണ്. ഇനി അത് ഇച്ചിരി നേരം ഇരിക്കട്ടെ, അതിലൊന്ന് പിടിക്കട്ടല്ല. ഇനി അടുത്ത സ്ലൈസും ഞാൻ പറഞ്ഞില്ലേ 3/4 ഇഞ്ച് തിക്നെസ്സിലാണ് അത് മുറിച്ചെടുത്തത്. അപ്പോൾ അടുത്ത സ്ലൈസും കൂടെ മാരിനേറ്റ് ചെയ്യാൻ. ഇനി അത് പാറ്റ് ഡ്രൈ ചെയ്യുക. ഒട്ടും വെള്ളം ഇല്ലാതെ ഉപ്പിയെല്ലാം എടുത്തു വീണ്ടും നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ചെയ്ത് 2 സൈഡും മാരിനേറ്റ് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്പൈസസിൻ്റെ അകത്ത് അഗെയിൻ ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ ഒണിയൻ പൗഡർ, ഇത്രയും സാധനങ്ങളാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് പിടിക്കുമല്ലോ. 3 സമയം വെച്ചാലൊരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ ഉപ്പൊക്കെ അതിനകത്തോട്ട് പിടിക്കും, സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കും. അവിടെ ഇരിക്കട്ടത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. എന്നിട്ടങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഉണ്ടാക്കുന്നതിന് എന്തായാലും റൂം ടെമ്പറേച്ചറിൽ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കും. ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കുറച്ച് മണിക്കൂർ മുമ്പേ പുറത്ത് വെച്ചത് റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പം നിങ്ങൾക്കത് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ബാർബിക്യൂൻ്റെ ടെമ്പറേച്ചർ 400 ആയിട്ടുണ്ട്. 400ലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് എങ്ങനെ വേവണം എന്നുള്ളത് പല രീതിയിലുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ മീറ്റ് നിങ്ങൾക്ക് വെന്ത് കിട്ടേണ്ടതെന്ന് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. അപ്പോൾ 125 ഡിഗ്രി ആകുമ്പോൾ അത് റെയറായിട്ടും നിങ്ങൾക്കത് മീഡിയം റെയർ മതിയെന്നുണ്ടെങ്കിൽ 135 ഡിഗ്രി വെക്കാം. അതല്ല ഞങ്ങൾ എപ്പോഴും മീഡിയമാണ് വയ്ക്കുന്നത്. ഒരു 145 ഡിഗ്രി വെക്കും. പിന്നെ മീഡിയം വെല്ലുണ്ട്, നല്ലതായിട്ട് അങ്ങ് കുക്കാവും. നല്ലതായിട്ട് ഒരുവിധം നല്ലപോലെ ആവും. അത് 150 ഡിഗ്രിയിൽ. പിന്നെ ശരിക്കും അങ്ങ് വെന്ത് വരുമ്പോൾ വെൽഡാണ് 160 ഡിഗ്രിയിൽ വെക്കും. ഇൻറ്റേർണൽ ടെമ്പറേച്ചറാണ് പറയുന്നത് മീറ്റിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് വെന്ത് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് വെക്കണം. ഞങ്ങളെപ്പോഴും മീഡിയം വെക്കുക 145. വെൽഡൺ ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് അതിന് ജ്യൂസിനെസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടിട്ട് കുറച്ചും കൂടെ ഹാർഡാവുമെന്ന് തോന്നും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ വെക്കുക. അപ്പോൾ ഇനി ഇത് തുറന്നിട്ട് ഇതിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്യുമേ. ഇച്ചിരി ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേക്ക് വെക്കാം. അതുപോലെ തിക്നെസ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ 3/4 ഇഞ്ച് തിക്നെസ്സിലാണ് ഇത് എടുത്തത്. ഒരു സൈഡ് ഒരു 4 മിനിറ്റ് വെക്കും നമ്മൾ. അത് കഴിഞ്ഞ് ആദ്യം 1 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്യും. ബിക്കോസ് ഷെയർ ചെയ്യാൻ വേണ്ടി. മൊത്തത്തിൽ 8 മിനിറ്റ് നമ്മൾ വെക്കത്തുള്ളൂ. ഇതായിട്ട് കാണിക്കും. ടൈമർ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കാണുന്നില്ല, ടൈമറൊന്നും കാണുന്നില്ല. ടൈമർ വെച്ചിട്ടുണ്ട്. ടൈമർ ആകുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഓരോ സൈഡും ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതായി കഴിയുമ്പോൾ ടൈമർ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. 1 മിനിറ്റ് ആയി. ഇപ്പം നമ്മളിത് തുറക്കാൻ പോവാണേ. ഇനി നമ്മൾ 3 മിനിറ്റിൽ ഇതാക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് വന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ടൈമർ കണ്ടോ, ടൈമർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം 4 മിനിറ്റ്. ഇപ്പം ഒരു സൈഡ് ഇപ്പം ആദ്യം 1 മിനിറ്റ് ഫ്ലിപ്പ് ചെയ്തു, 4 മിനിറ്റ് കൂടെ. അപ്പം പിന്നെ ഒരു സൈഡ് 5 മിനിറ്റായി, അതർ സൈഡ് ഇപ്പം 3 മിനിറ്റ് കൂടെ ആവും. അപ്പോൾ 8 മിനിറ്റ് മൊത്തം നമ്മൾ എടുക്കും. ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കാണിക്കാമേ. ഇന്റേണൽ ടെമ്പറേച്ചർ 145 ആണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ വേണ്ട കേട്ടോ, ഓൾമോസ്റ്റ് അത്രയായി. സോ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാൻ മാറ്റാൻ പോകും. ഇനി ഇത് എടുത്തിട്ട് ഉടനെ നമ്മൾ മുറിക്കത്തില്ല. ഇതൊന്ന് എടുത്ത് പൊതിഞ്ഞ് വെക്കും. ഫോയിലുണ്ട് ഇവിടെയിട്ട് 2 ഫോയിൽ അതിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫോയിലിൽ നമ്മൾ അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യത്തുള്ളേ. ഇത് 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 5 മിനിറ്റ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആവാൻ പോകും. തുറക്കാൻ പോവാണേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സൂപ്പർ. ഇതാണ് മീഡിയം റെയർ. ജ്യൂസിയാണിത്, കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കൊച്ചു പീസസ് ആക്കാം. ഇത് ഇനി കട്ടിംഗ് ബോർഡിലെടുത്ത് വെക്കാൻ പോവാണ്. എടുത്ത് കട്ട് ചെയ്യും നമ്മൾ. കാണുമ്പം തന്നെ വിശപ്പ് വരുന്നു. കാണാണ്ട് കട്ട് ചെയ്യുന്നത്. ദാഹമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. സി, ഇത് കണ്ടോ, ഇപ്പം പിങ്ക് കളർ ആണ്. നിങ്ങൾ ഓർക്ക് ഇത് വെന്തിട്ടില്ല, പക്ഷേ ഇത് വെന്തതാണ്. ഇന്റേണൽ ടെമ്പറേച്ചർ നമ്മൾ കുത്തി നോക്കി വേവിച്ച സ്റ്റേക്ക് ഇങ്ങനെ വെന്താൽ മതി. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു കഷ്ണം എടുത്ത് നോക്കി. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ.
ബാർബിക്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രില്ലിൽ ചെയ്താലും മതി, ഗ്രില്ലുണ്ടെങ്കിൽ. പക്ഷെ അത് കറക്റ്റ് ടെമ്പറേച്ചർ ഇത് വേവണം. ബീഫാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവരെ നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ട് ചെയ്യുന്ന ഒരാൾ കഴിക്കുന്നത് ഞങ്ങൾ ജ്യൂസിയാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ജ്യൂസിയാണ്. മാരിനേഷനും നല്ലതായിട്ടുണ്ട്. നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇത് ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് ഫ്ലേവേഴ്സൊക്കെ മീറ്റിലൊക്കെ പിടിച്ചിട്ടുണ്ട്, ഉപ്പും സ്പൈസസിൻ്റെതും ഒക്കെ. അതുകൊണ്ട് ടേസ്റ്റിയാണ്. അപ്പം ഞങ്ങളുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഡിന്നർ കീറ്റോ ആണ്. കീറ്റോ കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. സ്റ്റേക്കും വെജിറ്റബിൾസ് ഇതെല്ലാം കീറ്റോ ഫ്രണ്ട്ലി ആണ്, വെജിറ്റബിൾസ് എല്ലാം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റബിൾസ്, ആവശ്യത്തിന് മീറ്റ്. അത് ചൂടോടെ കഴിക്കണേ. സ്റ്റേക്കൊക്കെ നല്ല ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിച്ചം വരുന്നത് നിങ്ങൾ ഫോയിൽ പൊതിഞ്ഞിട്ടോ പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി കഴിക്കുക. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം മൈ കിച്ചൺ ടു യേഴ്സ്.